CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച AKG ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിനും RSSനുമെതിരെ രൂക്ഷമായ വിമർശനവും അതുപോലെ തന്നെ ദി ഹിന്ദു പത്രത്തിന്റെ വീഴ്ചയടക്കം സംബന്ധിച്ച കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു രാഷ്ട്രീയ വേദിയിൽ എത്തുന്നത്. CPIMന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച AKG ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് മുഖ്യമന്ത്രി എത്തിയത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ദി ഹിന്ദു അഭിമുഖവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും മുഖ്യമന്ത്രി പറയുക എന്നുള്ളത്, മറ്റൊന്ന് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ആകാംക്ഷയോടുകൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത്. അതിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി പരോക്ഷമായി തന്നെ മറുപടി നൽകി. എന്തോ പ്രത്യേകമായ ഉദ്ദേശത്തോടെ ഈ നാടിന്റെ സംവിധാനങ്ങളെ തകിടം മറിക്കാനാണ് ചിലർ നീക്കം നടത്തുന്നത്. ഇതിന് പിന്നിൽ ആരാണ്, എന്താണ് ഉദ്ദേശമെന്ന് ആർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. CPIM തെറ്റിനെതിരെ നീങ്ങുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയെ ഒന്നടങ്കം തെറ്റിലേക്ക് കൊണ്ടുപോകാമെന്ന് ആരും വ്യാമോഹിക്കരുത്. പാർട്ടിക്കൊരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിനനുസരിച്ചാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഒരു പ്രത്യേക ബോധോദയത്തിന്റെ ഭാഗമായി വഴിയിൽ നിന്നും എന്തെങ്കിലും വിളിച്ചു കൂവിയാൽ അതെല്ലാം അംഗീകരിക്കാം എന്ന് കരുതരുത്. കൃത്യമായ ഒരു വർഗീയ അജണ്ട സൃഷ്ടിക്കാൻ ശ്രമമുണ്ട്. ഏത് കൂട്ടരെയാണോ തന്റെ പക്ഷത്തേക്ക് കൂട്ടാം എന്ന് ചിലർ വ്യാമോഹിക്കുന്നത്, അതായത് PV അൻവർ വ്യാമോഹിക്കുന്നത്, അവർ തന്നെ ആദ്യം തള്ളിപ്പറയും. മലപ്പുറത്തിൻ്റെത് മതനിരപേക്ഷ മനസ്സാണ്, അവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ മതനിരപേക്ഷതയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എന്നാൽ ഒരു വർഗീയ ശക്തിയോടും വിട്ടുവീഴ്ചയില്ലാതെ തന്നെ സർക്കാർ മുന്നോട്ട് പോകും. ഏതെങ്കിലും ഒരു വർഗീയ ശക്തി പിറകിലുണ്ടെന്ന് കരുതി നാക്ക് വാടകയ്ക്ക് കൊടുത്ത് എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുതെന്ന് മുഖ്യമന്ത്രി അൻവറിനോട് വ്യക്തമാക്കുമ്പോൾ തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടിയെക്കുറിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ആ ആരോപണങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ ഏറ്റെടുത്തത്. അത് അന്വേഷിക്കാൻ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ നിയമിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ നിയമിച്ചു. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് സർക്കാരിലേക്ക് ലഭിക്കാനിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ലഭിക്കും മുൻപാണ് പ്രത്യേക അജണ്ടയുമായി PV അൻവർ രംഗത്ത് വന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മറ്റൊന്ന്, ദി ഹിന്ദു പത്രത്തിൽ വന്ന മലപ്പുറമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണയുണ്ടാകുന്ന പരാമർശത്തെക്കുറിച്ചും മുഖ്യമന്ത്രി കൃത്യമായി തന്നെ മറുപടി നൽകി എന്നുള്ളതാണ്. താൻ പറയാത്ത ഭാഗമാണ് ഹിന്ദു പത്രത്തിന്റെ വന്നത്. താൻ പറഞ്ഞത് കോഴിക്കോട് വിമാനത്താവളത്തിൽ വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ്. അത് കോഴിക്കോട് വിമാനത്താവളം എന്ന് പറയുന്നത് കരിപ്പൂരിലാണ്. കരിപ്പൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ്. സ്വാഭാവികമായും കോഴിക്കോട് വിമാനത്താവളത്തിലെ കേസുകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ജില്ല മലപ്പുറം എന്ന രീതിയിൽ മലപ്പുറത്തെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ താൻ പറയാത്ത കാര്യമാണ് ദി ഹിന്ദു പത്രം പറഞ്ഞത് എന്ന് അവർ തന്നെ വീഴ്ച സമ്മതിച്ചു എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കടത്തുകാരെയും ഹവാലക്കാരെയും പിടികൂടുമ്പോൾ ചിലർക്ക് എന്തിനാണ് പൊള്ളുന്നത് എന്ന് PV അൻവറിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ പറഞ്ഞു. സ്വർണം കടത്തുന്നതും ഹവാല ഇടപാടും രാജ്യസ്നേഹപരമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഒപ്പം RSSന്റെ നയനിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനമാണ് പിണറായി വിജയൻ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഇസ്രായേൽ ബന്ധം സംബന്ധിച്ച് പാലസ്തീൻ വിഷയത്തിൽ രാജ്യം, കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നയനിലപാടുകൾ, അതിനെ CPM പ്രതിരോധിച്ച നടപടികൾ, അതിൽ തന്നെ കോൺഗ്രസ് സ്വീകരിച്ച ചില മൃദു സമീപനങ്ങൾ എല്ലാം തന്നെ അതിരൂക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുന്നുണ്ട്. റിയാസ്, അതുപോലെ തന്നെ വർഗീയതയുടെ പുകമറ സൃഷ്ടിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും അതിന് എല്ലാവരും കൂട്ടുനിൽക്കുകയാണെന്നും കോൺഗ്രസിനെതിരെയും RSSനെതിരെയും പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി വിമർശിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? RSSനെതിരെ മുഖ്യമന്ത്രി പ്രത്യക്ഷമായി തന്നെ വിമർശനം ഉന്നയിച്ചു. എന്നാൽ കോൺഗ്രസിനെതിരെ പരോക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച മൃദു സമീപനം, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് അത് അധികമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. പലസ്തീൻ വിഷയത്തിൽ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് CPIM ആണ് ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചത്. ഏറ്റവും കൂടുതൽ പരിപാടി സംഘടിപ്പിച്ചതും ഇടപെട്ടതും CPIM ആണ്. RSS ഇസ്രായേലിന് അനുകൂലമായ ഒരു നിലപാടാണ്. സയണിസ്റ്റുകളുടെ ഇരട്ട സഹോദരന്മാരാണ് RSS എന്ന് മുഖ്യമന്ത്രി കടന്നാക്രമിക്കുന്ന ഒരു സമീപനമുണ്ട്. രാജ്യത്ത് മുസ്ലിം വിരുദ്ധതയാണ് RSS കാണിക്കുന്നത്. പ്രത്യേക വിഭാഗത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. രാജ്യത്തെ കേന്ദ്ര ഭരണകൂടം RSSന്റെ ആ നയത്തിന് വലിയ തോതിൽ പിന്തുണ നൽകുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു.
മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നയസമീപനമാണ് RSSന്റെയും രാജ്യം ഭരിക്കുന്ന BJPയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനെ ചെറുക്കാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തടക്കമുള്ള ഹവാല അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും സംബന്ധിച്ച വിഷയത്തിൽ രണ്ട് കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഒന്ന് PV അൻവറിന്റെ ആരോപണം, മറ്റൊന്ന് ഇന്ന് ദി ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ, അതിന്റെ പ്രചരണങ്ങൾ. ആ തെറ്റിദ്ധാരണ പൂർണ്ണമായും ഹിന്ദു പത്രത്തിന് വന്ന വീഴ്ചയാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മറ്റൊന്ന് ഈ സ്വർണ്ണക്കടത്തിനെയും ഹവാല ഇടപാടിനെയും കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി PV അൻവറിന്റെ പേരെടുത്ത് പറയാതെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. താൻ പറഞ്ഞത് കോഴിക്കോട് വിമാനത്താവളത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നതെന്ന കണക്കുകളെ ഉദ്ധരിച്ചുള്ള കാര്യമാണ്. കോഴിക്കോട് വിമാനത്താവളം വരുന്നത് കോഴിക്കോട് ജില്ലയിലല്ല, മലപ്പുറം ജില്ലയിലാണ്. സ്വാഭാവികമായും ആ ജില്ലാ പരിധി മലപ്പുറം വരുന്നത് കൊണ്ടാണ് ആ മലപ്പുറത്തിന്റെ കാര്യത്തിൽ അത്രയും ഒരു കേസുകളുടെ വർധന ഉണ്ടായത് എന്നുകൂടി മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ശരി, കോഴിക്കോട് നിന്നും റിയാസ് KMR ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.